ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ റെഡി ആയി വരുമ്പോഴേക്കും ഒരു പ്രത്യേക മണം ആ കിച്ചണിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് പരന്ന് നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല കേട്ടാ, വേഗം പോയി ചോറ് എടുത്തോണ്ടോളും. ചെറിയൊരു വലിയൊരുന്നൊന്നും ഇല്ല കേട്ടാ, എല്ലാവരും കഴിച്ചോളും, അത്രയും ടേസ്റ്റ് ആണ്. ഹായ്, നമ്മൾ സ്വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊട്ടാറ്റോ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കുട്ടികൾ മുതൽ നമ്മൾ വലിയവർ വരെ പൊട്ടാറ്റോ കൂട്ടി ചോറുണ്ണാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് വേറെ ചാറ് കറി ഒന്നും വേണമെന്നില്ല, പൊട്ടാറ്റോ തന്നെ കൂട്ടിയിട്ട് നമ്മൾ ചോറുണ്ണും. അപ്പൊ ഈ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കുമ്പോണ്ടല്ലോ, പുഴുങ്ങിയിട്ട് ഫ്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും പൊട്ടാറ്റോ. അപ്പോൾ അത് ഏറെക്കുറെ അങ്ങനെ എല്ലാവരും പുഴുങ്ങിയിട്ട് ഫ്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നതേ അതിൽ കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇടുന്നുണ്ട്. അതും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ മസാലയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ പൊട്ടാറ്റോ ഈ ഫ്രൈ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ കിച്ചൺ ഫുള്ളായിട്ട് ഈ പൊട്ടാറ്റോൻ്റെ ആ സ്മെല്ലായിരിക്കും, ആ മസാലയുടെ ഒക്കെ അങ്ങനെ മണം മൂക്കിലേക്ക് അടിക്കും. അപ്പം അത് ഫ്രൈ ആയി വരും തോറും നമ്മളുടെ കിച്ചണിലേക്ക് അടുക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും സ്മെല്ലായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതേ പൊട്ടാറ്റോ ഞാൻ ഉപ്പിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി വലുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് വേഗം ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 2 വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വേവ് കിട്ടും. ഞാൻ ദേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതേ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ ദേ ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചീനച്ചട്ടി വെക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു സ്വല്പം മുന്നിൽ നിന്നോട്ടെ, ഇച്ചിരി ആയിട്ട് ഒഴിക്കുമ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ ചീനച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതേ നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ്. ഇതിൽ നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷെ ഗരം മസാല ഇടുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അത് കഴിക്കാൻ തോന്നില്ല. ഈ പൊട്ടാറ്റോ ഫ്രൈ കൂടുതൽ കഴിക്കുമ്പോൾ എന്തോ ഒരു മത്ത് എടുക്കുന്ന പോലെ തോന്നും. ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, എത്ര കഴിച്ചാലും മതിയാവില്ല, കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും കേട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ദേ ഉള്ളി ഒരുപാട് മൂത്തൊന്നും വരണ്ട, നമ്മളുടെ മുളകിൻ്റെ ആ കുത്ത് ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പ് കുറവിട്ടിട്ടാണ് പുഴുങ്ങിയെങ്കിൽ ഒരു സ്വല്പം ഉപ്പും കൂടെ വിതറിയിട്ട് നമുക്കതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് പരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം മാക്സിമം കനമുള്ള പാത്രം തന്നെ എടുക്കുക. അപ്പോൾ പാനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ സിമ്മിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓരോ 2 മിനിറ്റോ 1 മിനിറ്റോ കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഒരു 4 to 5 തവണ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മളുടെ പൊട്ടാറ്റോ ഫ്രൈ ആയി വരും. നല്ല ടേസ്റ്റാണ്. ഞാനേ പാലക്കാട് ചിറ്റൂർ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടൈമിലേ കുട്ടികൾ ചോറ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തൈരും ഈ പൊട്ടാറ്റോ ഫ്രൈ ആയിരിക്കും കൊണ്ടുവരിക. അതല്ലെങ്കിൽ അവർ ചോറ് കൊണ്ടുവരില്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ചോറുണ്ണണമെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈ വേണം. അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ പൊട്ടാറ്റോ ഫ്രൈക്ക്. മോന് ഇതുപോലെ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോൾ അമ്മ അവരൊക്കെ പൊട്ടാറ്റോ ഫ്രൈ കൊണ്ടുവരുന്ന എനിക്കും വേണമെന്ന് പറയുമ്പോൾ ഞാൻ ചീനച്ചട്ടിയിലിട്ടിട്ട് വിളിച്ചിട്ട് പച്ച ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അവൻ പറയാറ് ഇങ്ങനെയല്ല ഉണ്ടാക്കുക, വേറെ ടേസ്റ്റിലാണ്, അവരുടെ വേറെ ടേസ്റ്റാന്ന് പറയും. പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി, ടീച്ചേഴ്സും ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്, ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ പാലക്കാടിൻ്റെ ഈ സ്പെഷ്യൽ പൊട്ടാറ്റോ ഫ്രൈ പുഴുങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പുഴുങ്ങിയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും, അത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ പൊട്ടാറ്റോ. നമ്മൾ പച്ചയ്ക്ക് വറക്കുമ്പോൾ ഡ്രൈ ആയിരിക്കും, പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇനി വറുത്തെടുത്താലും എണ്ണയിൽ വറുത്തെടുത്താലും നല്ല സോഫ്റ്റ് ആയിരിക്കും പുഴുങ്ങിയിട്ട് വറക്കുമ്പോൾ. റെഡിയായി വരുമ്പോൾ ഒട്ടും തന്നെ ചീനച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കത്തില്ല, ചീനച്ചട്ടിയിൽ നല്ല എണ്ണമയം വരും കേട്ടോ. ഇതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഈ ഒരു പാകത്തിന് എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ കുറച്ചും കൂടെ ഗ്രേവി ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മളുടെ പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കടുക് പൊട്ടിച്ച് വേണമെങ്കിൽ ഉള്ളി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. പിന്നെ മസാലകൾ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം, എങ്ങനെയാണെങ്കിലും ടേസ്റ്റാണ്. ഞങ്ങൾക്ക് പക്ഷേ മസാലയൊന്നും ചേർക്കാണ്ട് ഈ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ടേസ്റ്റ് കിട്ടാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. കുട്ടികളൊക്കെ വാരി വാരി കഴിച്ചോളും, ഇഷ്ടം പോലെ ചോറുണ്ണുകയും ചെയ്യും. അപ്പോൾ പാലക്കാട് നിന്ന് കിട്ടിയ ഒരു ഐറ്റമാണ് ഇത്, കിടിലൻ ടേസ്റ്റാണ്. കിച്ചണിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മൾ ചോറ് താ എന്ന് പറയും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.